ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനേ വാതിലൊക്കെ തുറന്നേ രാവിലെ ഇറങ്ങി വന്നതാണ് കേട്ടോ. സമയം 6:29. അപ്പോഴേ ചുമ്മാ ഇങ്ങ് വന്ന ഞാൻ എന്താ ഈ ഒരു കൂട്ടം കണ്ടത് കേട്ടോ. അപ്പം അതിങ്ങനെ പറിച്ചെടുക്കുക. എന്തിനാണെന്നറിയോ? നമുക്ക് ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് അങ്ങോട്ട് തോരൻ വയ്ക്കാം. കൂടെ ഒരു മുട്ട കൂടി അങ്ങ് പൊട്ടിച്ചിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. ബ്ലഡ് ഉണ്ടാവാനായിട്ട് ഏറ്റവും ബെറ്ററായ ഒരു ഫുഡാണ് ഇത്. വേറൊരു കാഴ്ച കാണിച്ചില്ല കേട്ടോ. ചാടിക്കളിക്കടാ കൊച്ചുരാമ, ചാടി മറയടാ കൊച്ചുരാമ. ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. മാക്കോ വലിച്ചോണ്ട് ഓടണാണേ. കണ്ട ഒരൊറ്റ ഓട്ടാണ് വരുന്ന വഴി തന്നെ. മാക്കോയെ ഒരു മൈൻഡും ഇല്ല. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല. നമ്മൾ പിന്നെ ഇല്ല ഇതിങ്ങനെ ഒടിച്ചു കൊടുത്താൽ തന്നെ അടുത്ത സ്റ്റെപ്പ് വേഗം ഉണ്ടാവും കേട്ടോ. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കിത് ഒടിച്ചുകൊണ്ടൊക്കെ പോയി ഇന്നൊരു തോരൻ വയ്ക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പം ചീര തോരൻ വയ്ക്കുന്നത് എല്ലാവർക്കും അറിയാലോ. ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും കാണണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കൊണ്ട് നട്ടതാണേ. അവിടെ നമ്മൾ ചാക്കിൽ വെച്ചതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് മണ്ണിൽ വെച്ചു. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കുണ്ട്. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയായത്. ഇവിടെ കൊണ്ട് നട്ടട്ടെ. ആദ്യമായിട്ട് കുറേ തളുത്തതാണ്. ഞാനത് നോട്ടയിട്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം ചോറിന് വേറെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോറിന് കറിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കി വെച്ചിട്ട് പോയി. ഞാനെന്നിട്ട് കോളേജിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മച്ചി അത് പറിച്ച് കറിയും വെച്ച് അമ്മച്ചി തീറ്റയും കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക. എനിക്കുണ്ടായ സങ്കട ചില്ലറയായിരുന്നില്ല. പിന്നെ അടുത്തതാവാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസമായി അത് നമ്മൾ പറിച്ചു, കറി വെച്ചു. എല്ലാവരും അതിൽ നിന്ന് എടുത്തു കിട്ടും. ഞാൻ തന്നെയായിട്ട് കഴിച്ചൊന്നുമില്ല. അമ്മച്ചി ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യും. അമ്മച്ചിക്ക് ഇഷ്ടമുള്ളത് അമ്മച്ചി ഉണ്ടാക്കിയിട്ട് മൊത്തം കഴിക്കും. അമ്മച്ചി അങ്ങനെ പണ്ടുപോലുള്ളൊരു ശീലമാണ്. അപ്പോൾ വേറെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് വേറെ ആർക്കും വേണ്ടല്ലോ എന്നുള്ളൊരു ഇതിലങ്ങ് കഴിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഇത് കേട്ടോ.